പാലാ ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്ര അവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തി. പൂജയും പ്രാർത്ഥനകളും നടത്തി. പാലാ ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്ര അവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ക്ഷേത്ര കമ്മിറ്റി. സംഭവസ്ഥലം വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹൻ പനക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു. ഇവിടെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തി. കഴിഞ്ഞ ദിവസം പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരച്ചീനി കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ 2 വിഗ്രഹങ്ങളും കല്ലുകളും കണ്ടെത്തുകയായിരുന്നു. ഇതോടെ വാർത്ത ഏറ്റുപിടിച്ച് വിശ്വഹിന്ദു പരിഷത്തും രംഗത്തെത്തുകയായിരുന്നു. പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറു മാറി പാലാ അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ഇത് ശിവലിംഗമാണെന്നാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ ഉന്നയിക്കുന്ന അവകാശവാദം. കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം മാന്തിയപ്പോഴാണ് 2 വിഗ്രഹവും സോപാനക്കല്ലും കണ്ടത്. ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവിടെ ബലിക്കല്ലും പീഠവും കിണറും ഉണ്ടായിരുന്നതായും ഇവർ പറയുന്നു. സമീപത്തുള്ള എല്ലാവരും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിൽ ആയിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ വിശദീകരിക്കുന്നു. അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങളൊന്നും തന്നെയില്ല. സമീപത്തുള്ള എല്ലാവർക്കും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ വിശദീകരിക്കുന്നു. അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല എന്നും പോലീസും റവന്യൂ അധികൃതരും പറഞ്ഞു. ഹൈന്ദവ ആചാരപ്രകാരം വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് പാലാ അരമനയും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പലതവണ കൈമറിഞ്ഞ വെട്ടത്ത് കുടുംബമെന്ന കുടുംബത്തിൽ നിന്നാണ് പാലാ അരമന ഈ ഭൂമി വാങ്ങിയതെന്നും അവർ വ്യക്തമാക്കി.